കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവറാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഓഫർ തട്ടിപ്പിലെ തുടർ വാർത്തകൾ തന്നെയാണ് പലരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. കാരണം ആയിരക്കണക്കിന് പേരാണ് ആ ഓഫർ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം മറ്റ് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദിവ്യ. തീർച്ചയായും ഓഫർ തട്ടിപ്പിലെ വാർത്തകൾ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് മധ്യകേരളത്തിൽ നിന്നും പ്രധാനമായിട്ടുള്ളത്. അതായത് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെ ഓഫീസിൽ യോഗം ചേർന്നിരുന്നു. ഇന്നലെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനമായും ഈ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഈ ഗുണഭോക്താക്കളുടെ മൊഴിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഒക്കെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, സ്കൂട്ടറും ഒക്കെ ലഭിച്ചവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ആദ്യം ശ്രമിക്കുന്നത്. അതിനുശേഷം വിശദമായി ഫയലടക്കമുള്ളവയെല്ലാം പഠിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ EDയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ECIR രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഹവാല ഇടപാടിലൂടെ പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ED ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് കണക്കുകൂട്ടുന്നത് 33,000-ഓളം പേരുടെ പരാതി അല്ലെങ്കിൽ 33,000-ഓളം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. 1000 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം എക്കണോമിക്സ് വിങ് നടത്തുന്നുമുണ്ട്.